ആലപ്പുഴ മന്ത്രി ആരിഫ് ജയിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരിഫ് ജയിക്കാൻ സാധ്യത. ഇവിടെ എങ്ങനെ പോയാലും ഫൈറ്റ് ഉള്ളത് ആരിഫും KC തമ്മിൽ ആകുന്നു. ആരിഫ് സിറ്റിംഗ് MP ആണ്. ഏത് സമയത്ത് എന്ന് വിളിച്ചാലും ജനകീയ ഇടപെടലുകളാണ്. ഇടതുപക്ഷത്തിനാണ് വലിയ സാധ്യതയാണ് ഉള്ളത്. ആരിഫ് വിജയിക്കണമെന്നുള്ള നമ്മുടെ താല്പര്യം. കാര്യം നമുക്ക് അതുപോലുള്ള സഹകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതുള്ളൂ. റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടാക്സിക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. രാജ്യമെന്നും തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തീപ്പാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് സിറ്റിംഗ് MP തന്നെയാണ് ഇക്കുറിയും സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് ദേശീയ നേതാവ് KC വേണുഗോപാലൻ. വനിതാ മുഖമായി BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും ശക്തമായി തന്നെ പോരാട്ട രംഗത്തുണ്ട്. ആരെടുക്കും ആലപ്പുഴ? നല്ല ചൂടൻ ആലപ്പുഴ കട്ടൻ ചായ കുടിച്ചുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ചൂടുള്ള രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം. ആലപ്പുഴ മന്ത്രി ആരിഫ് ജയിക്കും. പ്രവർത്തനം നടത്തുന്നവർ വിജയിക്കും. നല്ല പ്രവർത്തനം നടത്തുന്നവർ വിജയിക്കും. എല്ലാവരും പ്രത്യേകിച്ച് വലിയ കുഴപ്പമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. ആ മേഖലയോട് ബന്ധപ്പെട്ട നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നവർ സ്വാഭാവികമായിട്ട് വിജയിക്കും. അത് എൻ്റെ അഭിപ്രായത്തിലല്ല, മൊത്തം പൂർണ്ണമായും ജനങ്ങളുടെ കയ്യിലാണ്. അവർ തീരുമാനിക്കട്ടെ, വിധി അവരെഴുതട്ടെ. അതേ അഭിപ്രായം തന്നെയാണ്. എന്താ കുടിക്കുന്നത്? ബിരിയാണി ചായ. ബിരിയാണി ചായ. ശരി, ബിരിയാണി ചായ കുടിച്ച് ആയി ജയിക്കാൻ സാധ്യത. അത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. ടഫായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ടഫായിരിക്കും. കാരണം ഇപ്പോൾ ആരിഫ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ളതാണ് MP ആയിട്ട്. പിന്നെ KC ഓൾറെഡി നമുക്ക് അറിയാം. ടഫായിരിക്കും. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ആര് വന്നാലും എപ്പോഴും ഒരുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങനെ പോയാലും ഫൈറ്റ് ഉള്ളത് ആരിഫും KC തമ്മിൽ ആകുന്നു. ആരിഫ് സിറ്റിംഗ് MP ആണ്. KC ഇവിടുന്ന് വളർന്നു പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ KC ഇവിടെ മുമ്പ് ഇവിടുത്തെ ഒരാളായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഇവിടുത്തെ ആളായി മാറിയ ആളാണ്. ആരിഫ് ഇവിടെ ഉള്ള ആളാണ്. നേരത്തെ പറഞ്ഞ സിറ്റിംഗ് MP ആണ്. എല്ലാവർക്കും രണ്ടുപേരെ നല്ല പരിചയമുള്ളത്. നമുക്കിപ്പം എവിടത്തേക്കാണ് എങ്ങോട്ടാണ് ആൾക്കാർ ചിന്തയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആലപ്പുഴ എപ്പോഴും രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ട് വ്യക്തിപരമായിട്ടാണ് കൂടുതലും നിൽക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ആരിഫ് ജയിക്കാൻ സാധ്യത. നല്ല സഹകരണവും എല്ലാ തരത്തിലും നല്ല ജനങ്ങളുമായിട്ട് നല്ല സമീപനവും, എന്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾക്കെല്ലാം ആ കാര്യങ്ങൾ സാധിച്ചു തരുകയും യാതൊരു മടി കൂടാതെയും ഏത് പാതിരാക്കി എന്ന് വിളിച്ചാലും പുള്ളി ഓൺ ദ സ്പോട്ടിൽ എത്തുകയും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വലിയൊരു മനുഷ്യനാണ്. ജനപ്രതിനിധിയായ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശരി, ഇവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആരിഫിനാണ് സാധ്യത. ഒന്ന്, ഞങ്ങളുടെ റെയിൽവേ ടാക്സി ഓടുന്നവരാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റമാണ്. ഇപ്പോൾ തന്നെ 8.5 കോടി രൂപയുടെ വികസനമാണ് ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അടക്കം. അതേപോലെ തന്നെ വന്ദേ ഭാരത് ആയാലും മറ്റ് എക്സ്പ്രസ് ട്രെയിനുകൾക്കൊക്കെ ഇവിടെ എല്ലാ സ്റ്റോപ്പുകളും ഉണ്ട്. പിന്നെ ഏത് സമയത്ത് എന്ന് വിളിച്ചാലും ജനകീയ ഇടപെടലുകളാണ്. ഇടതുപക്ഷത്തിനാണ് വലിയ സാധ്യതയാണ് ഉള്ളത്. അത് തന്നെ, ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ആരിഫ് വിജയിക്കണം. സാധ്യത കൂടുതലും അത് തന്നെ. ആരിഫ് വിജയിക്കണമെന്നുള്ള നമ്മുടെ താല്പര്യം. കാര്യം നമുക്ക് അതുപോലുള്ള സഹകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതുള്ളൂ. റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ടാക്സിക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് ആരിഫ് വരണമെന്നുള്ള നമ്മുടെ ആഗ്രഹം. ആരിഫായിരിക്കും.
LDF ആയിരിക്കും സാധ്യത, ചാൻസ് പറഞ്ഞത്. ആര് വരണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും നല്ല ഭരണമായിരിക്കണം. ആരിഫ് ജയിക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം എന്തുകൊണ്ടൊക്കെയാണ്? അല്ല, നമ്മൾ ഇടതുപക്ഷ അനുഭാവിയാകുന്നത് മാത്രം ആയതുകൊണ്ടാണ്. ആലപ്പുഴയിലെ കട്ടന് നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ചൂട് പിടിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ് നിലവിലെ സിറ്റിംഗ് MP ആണ്. ഈ മണ്ഡലം ഇടതുപക്ഷം AM ആരിഫിലൂടെ തന്നെ നിലനിർത്തുമോ? UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മണ്ഡലം തിരിച്ചു പിടിക്കുമോ? BJP സ്ഥാനാർത്ഥി അഥവാ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നൊക്കെ ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ.